മൈലാഞ്ചി പ്രായ ഇത് മതിലുകൾ സിനിമ പോലാണ് കേട്ടോ. നിങ്ങൾ പെൺകുട്ടികൾ ആരെയും മുഖം കാണൂല, അവര് പറഞ്ഞോണ്ടിരിക്കും. പറയൂ, എന്താണ് ഇതിന് പറയാനുള്ളത്, പറയൂ. എല്ലാവർക്കും നല്ലൊരു ആശംസ നേടിയാണ് ഈ സമയത്ത് മൈലാഞ്ചി കെട്ടി ഇന്ന് തന്നെ ആശുപത്രിയിൽ പെരുന്നാളിന്റെ ആവേശം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരൊറ്റ എണ്ണത്തിന് ഈദ് പാട്ട് അറിഞ്ഞൂടാ. എന്നാ ഞാൻ തന്നെ പാടും കേട്ടോ. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. വിദഗ്ധ തന്നെ നമ്മുടെ ആശുപത്രിയിലുണ്ട്. ഇവരെ മുഖം കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ ആരെയും മുഖം കാണിക്കാതെ എന്റെ മുഖം മാത്രം കാണിച്ചു കൂടി പ്രശസ്തമായിട്ടുള്ള ബ്ലോഗറാണ് എന്റെ മുമ്പിലുള്ളത്. ആ പൊട്ടത്തീരെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളെ ബ്ലോഗിൽ മാത്രം ഓളെ മുഖം കാണിക്കൂ, വേറെ ആരും കാണിക്കരുത് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഓളെ കാക്ക നല്ല കൊടുക്കുന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളെല്ലാവരും ഈ പെരുന്നാളിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കലാകാരിയാണ്. അവളാണ് എല്ലാവർക്കും മനോഹരമായിട്ട് ഇതിട്ട് കൊടുക്കുന്നത്. ആർക്കെങ്കിലും വീട്ടിലൊക്കെ കല്യാണ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രീഷ്മനെ വിളിച്ചാൽ മതി. വളരെ ചെറിയ ചാർജിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതാണ്. എത്ര ഗ്രീഷ്മ ചാർജ്? 2000 രൂപ മാത്രമേ ഉള്ളൂ അല്ലേ മൈലാഞ്ചിനാണ്? ഒരു കൈക്ക് 500 രൂപ, 2 കൈയുടെ ഉണ്ടെങ്കിൽ 1000 രൂപ. ബ്ലോഗ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം, മനസ്സിലായില്ലേ? വളരെ നല്ല ബ്ലോഗാണ്. ഒരു കുടുംബ വ്ലോഗ് എന്ന് മാത്രമല്ല, അതിൽ വളരെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു വ്ലോഗാണ്. എന്താ പറയണേ, നിന്റെ ഒരു പെരുന്നാൾ ഓർമ്മ പറയാം. ഈ പെരുന്നാൾ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യാനാണ്? കുട്ടികളുടെ താരമാണ് ഇവിടെ, കുട്ടിത്തം മാറാത്ത കുട്ടികളുടെ താരം. ഈ മൈലാഞ്ചിരുന്നാണല്ലോ കേട്ടത് ഇല്ലേ? എവിടെ പെരുന്നാളിന് പറയാനുള്ള എന്താണ്, പറയൂ. എന്താണ് എന്താണ് ഇങ്ങനെ പറയാൻ പറ്റും?